അത് തീർച്ചയായും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കൊച്ചിയുടെ മേയറായിട്ട് വരിക എന്ന് പറയുന്നത് എല്ലാവരും സ്വപ്നം കാണുന്ന, അത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു പോസ്റ്റിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവുമുണ്ട്. സന്തോഷത്തോടൊപ്പം തന്നെ കുറച്ച് ടെൻഷനും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ആ ഒരു അവസ്ഥയിലാണ്. ഞാൻ കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഈ നഗരത്തിലെ ജനപ്രതിനിധി നിലയിൽ സാധാരണക്കാരുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഒരുപാട് വിഷയങ്ങൾ എനിക്കറിയാം. ആ വിഷയങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് അവരിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് ആയിരിക്കും പ്രയോറിറ്റി. ഇപ്പോൾ ഒരു ഓഫീസിൽ കടന്നു വരുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നഗരത്തിൻ്റെ വികസനം, സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റുകൾ ഏതാണ്ട് അവസാനിച്ച ഘട്ടത്തിലാണ്. പുതിയ ഒരു നയരൂപീകരണം ഉണ്ടാവേണ്ടതുണ്ട്. ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായത്തോടു കൂടി വരുന്ന കാലങ്ങളിൽ മെട്രോപൊളിറ്റൻ നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായ ഒരു നഗര വികസന നയം അതുതന്നെയായിരിക്കും ടീം UDFിൻ്റെ പ്രഥമ പരിഗണന. ഇന്നലെ ദീപ്തി ഫേസ്ബുക്കിൽ ഒരു ആശംസയൊക്കെ നേർന്നിട്ടുണ്ട്. പിണക്കങ്ങളൊക്കെ മാറിയോ? ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനും ദീപ്തിയും നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ കൗൺസിലിൽ ദീപ്തി 39ാം ഡിവിഷൻ കറുകപ്പള്ളിയുടെയും ഞാൻ 40ാം ഡിവിഷൻ മാമംഗലത്തിൻ്റെയും കൗൺസിലേഴ്സാണ്. അപ്പോൾ തൊട്ടടുത്ത ഡിവിഷനിലെ കൗൺസിലർമാർ എന്ന നിലയിൽ അന്നും ഞങ്ങൾ യോജിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. വലിയൊരു പ്രശ്നം, ഒരു വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടാണ് പവർ ഹൗസ് റോഡിലെ വെള്ളക്കെട്ടിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം. അത് രണ്ടുപേരുടെയും ഒരു കൂട്ടായ പ്രയത്നം അതിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആയിരിക്കും ഇനി ഭാവിയിലും ഞങ്ങളെല്ലാവരും ആലോചിച്ച് ഒരുമിച്ചായിരിക്കും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ആദ്യത്തെ ഒരു UDF ടീം നയം എന്നുള്ളതിനപ്പുറത്ത് 15 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പ്രധാനമായി പരിഗണന നൽകേണ്ട ഏതെങ്കിലും കൊച്ചിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന നൽകേണ്ട വിഷയം, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ജൂൺ തുടങ്ങി ഉണ്ടാവുന്ന വർഷക്കാലമാണ്. ഇപ്പോൾ വെള്ളക്കെട്ടാണ് കൊച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നം. 1 മണിക്കൂർ നീണ്ടു നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ വാഹനം ഗതാഗതം ബ്ലോക്ക് ആവുന്ന രീതിയിൽ വെള്ളക്കെട്ടുണ്ടാവാറുണ്ട്. അതിന് സമഗ്രമായൊരു മാറ്റം ഉണ്ടാക്കുക എന്നതാണ് ഞാൻ ഈ എല്ലായിടത്തും എപ്പോഴും മത്സരിക്കാൻ പോകുമ്പോഴും അതിന് ശേഷവും ഒക്കെ സാധാരണ ആളുകളിൽ നിന്നുണ്ടായിരിക്കുന്ന വലിയ ഒപ്പീനിയൻ എന്ന് പറയുന്നത് വെള്ളക്കെട്ടിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം എന്ന രീതിയിലാണ്. അത് തന്നെ ഒരു പ്രഥമ പരിഗണനാ വിഷയം തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് വെള്ളക്കെട്ട് മാറ്റാമെന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ എങ്ങനെ ഈ നഗരത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാലും ഇനിയും ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതൊക്കെ തന്നെയാണ് ഒരു നഗരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. വെള്ളക്കെട്ട്, മാലിന്യം, അതുപോലെ തന്നെ കൊതുക് നശീകരണം, തെരുവ് നായ ശല്യം, അങ്ങനെയൊക്കെയുള്ളതാണ് സാധാരണക്കാർക്ക് എഫക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരു നഗരഭരണത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന തിരിച്ചറിവുള്ള ഒരു ഭരണസമിതിയാണ് UDF വരുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, ഈ കൊച്ചി നഗരത്തിൽ ഈ ഭക്ഷണം നൽകുന്ന സമൃദ്ധി പോലുള്ള ചില പദ്ധതികളൊക്കെ അതൊക്കെ തന്നെ തുടരുമോ? തീർച്ചയായും. കാരണം കഴിഞ്ഞ കൗൺസിൽ സമയത്ത് ഷീലോഡ്ജ് ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ വ്യത്യസ്തമായി കഴിഞ്ഞ ഭരണസമിതി കൊണ്ടുവന്നൊരു ആശയമാണ്. അത് കോവിഡ് സമയത്ത് നമ്മൾ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ സമൃദ്ധിയുടെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി നിന്നിട്ടുള്ള ഒരാളെന്ന രീതിയിൽ കൊച്ചിയിലെ ജനങ്ങൾക്ക്, ഇവിടെ എത്തുന്ന ആളുകൾക്ക് 10 രൂപയ്ക്ക് ഊണ് കൊടുത്തുകൊണ്ടാണ് സമൃദ്ധി തുടങ്ങിയത്. 20 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിൽ കുറച്ച് സമഗ്രമായ ഒരു മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഈ പ്രൊജക്റ്റ് നിർത്തുക എന്നുള്ളതല്ല, ഇത് സുതാര്യമാകണം, ഓഡിറ്റബിൾ ആവണം. അത് ഞങ്ങൾ പലപ്പോഴും കൗൺസിലിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഷീലോഡ്ജ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. അത് വളരെ ലാഭത്തിൽ പോകുന്നൊരു സംരംഭമാണ്. അതേപോലെ തന്നെ അതേ ഒരു വിഷൻ സമൃദ്ധിയെ സംബന്ധിച്ചുണ്ടാവും.